Hello everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രഡീഷണൽ കടും പായസമാണ്. കടും പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഉണക്കലരി ഇല്ലെങ്കിൽ പച്ചരിയും യൂസ് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയൻറ്റ് ശർക്കരയാണ്. കടും പായസം ഉണ്ടാക്കുമ്പോൾ ശർക്കര നമ്മൾ അരിയേക്കാളും 3 ടൈംസ് കൂടുതൽ എടുക്കണം. നമ്മളിവിടെ 1/2 കപ്പ് അരി എടുത്തുകൊണ്ട് ശർക്കര 1.5 കപ്പാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 1 കപ്പ് അരിയാണ് യൂസ് ചെയ്തെങ്കിൽ 3 കപ്പ് ശർക്കര എടുക്കണം. അതുപോലെ തന്നെ നല്ല ഡാർക്ക് ശർക്കര വേണം എടുക്കാൻ. മറ്റ് ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്ക്, ആവശ്യത്തിന് ഉണക്കമുന്തിരി. കറുത്ത കളറിലെ ഉണക്കമുന്തിരിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ കടും പായസത്തിൽ ഒരു ചെറുപഴവും കുറച്ച് കൽക്കണ്ടവും കൂടെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അരി ഒന്ന് നന്നായി കഴുകി അരിച്ചെടുക്കാം. കടും പായസം ഉണ്ടാക്കാനായി ഒരു കട്ടിയുള്ള പാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എപ്പോഴും നമ്മൾ എടുത്ത അരിയേക്കാളും 4 ടൈംസ് കൂടുതലാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ 1/2 കപ്പ് അരി എടുത്തുകൊണ്ട് നമുക്ക് വെള്ളം 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയും ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അരി ഒരു 1/4 ഭാഗമാണ് വേവേണ്ടത്. ഒരുപാട് വെന്തു പോകാൻ പാടില്ല. അരി ഒന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ച ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഇവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 കപ്പ് ശർക്കര വരെ യൂസ് ചെയ്യാം. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കടും പായസത്തിന് ആവശ്യമുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് നന്നായി വഴറ്റുക. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ അരി ഇവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ അരിച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരപ്പാനി നന്നായി കുറുകി വരുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ അരി നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കും. ശർക്കര ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നെയ്യുടെ അളവ് കൂടുന്തോറും പായസത്തിന്റെ ടേസ്റ്റും കൂടും. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും നന്നായി കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏലക്കപ്പൊടിയും ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് കൽക്കണ്ടവും ചെറുപഴവും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ട്രഡീഷണൽ കടും പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.